ഞങ്ങളുടെ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രഭാതത്തിൽ പൗരുഷനോട് ചേർന്ന് ദൈവവചനം ധ്യാനിക്കാൻ ഒരവസരം കൂടെ കിട്ടിയതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യത്തിൽ ഫിലിപ്പോസ് യേശുവിനെ അനുഗമിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് വീണ്ടും നോക്കാം 44-ാമത്തെ വാക്യം. ഫിലിപ്പോസ് അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബത്സയിദയിൽ നിന്ന് ഉള്ളവൻ ആയിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഒന്നും നോക്കാതെ അനുഗമിച്ചു. കാരണം പത്രോസും അന്ത്രയോസും ഒക്കെ കർത്താവിനെ അനുഗമിച്ചത് കേട്ട് കാണും. അതവിടെ ഇരിക്കട്ടെ. വാക്യം 45. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ ജോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. യുറേക്ക എന്നൊരു മാത്തമാറ്റിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അങ്ങനെയുള്ള ബുക്കുകളുണ്ട്. അതൊരു പ്രയാസമുള്ള പ്രോബ്ലം, ഒരു കണക്ക് ഒരാൾ കണ്ടെത്തിയപ്പോൾ വിളിച്ചു പറഞ്ഞ വാക്കാണ് യുറേക്ക. കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതേ വാക്കാണ് ഫിലിപ്പോസ് ഉപയോഗിച്ചതെന്നാണ് ഈ പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നവർ പറയുന്നത്, മൂലഭാഷ പഠിച്ചവർ പറയുന്നത്. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. വളരെ സിമ്പിളായിട്ട് പറയട്ടെ, കർത്താവിനെ കണ്ടവർ മറ്റുള്ളവരെ കാണണം. നമ്മൾ മാത്രം കണ്ട്, നമ്മൾ മാത്രം പാട്ടുപാടി, നമ്മൾ മാത്രം പ്രാർത്ഥിച്ച്, നമ്മൾ മാത്രം ആരാധിച്ച് ജീവിച്ച് മരിക്കാനല്ല യേശുവിനെ നമ്മൾ കണ്ടത്. യേശുവിനെ കണ്ടവർ അനേകരെ കാണണം. അതിനാണ് വാസ്തവത്തിൽ പവർ വിഷൻ എന്ന TV ചാനൽ തുടങ്ങിയത്. പലപ്പോഴും പറയാറുള്ളത് പോലെ വീണ്ടും പറയട്ടെ, 1-2 രൂപയോ 100, 1000, 1,00,000 രൂപയോ കൊണ്ട് ഇത് നടത്താൻ പറ്റില്ല. ലക്ഷങ്ങൾ കൊണ്ടാണ് ഇത് നടത്തുന്നത്. കുറേ സഹോദരന്മാരതിനു വേണ്ടി സഹായിക്കുന്നത് കൊണ്ടാണ് ഈ സന്ദേശം നിങ്ങളുടെ അടുക്കൽ എത്തുന്നത്. ഈ 5 മിനിറ്റ് മെസ്സേജ് നിങ്ങളുടെ അടുക്കൽ എത്തണമെങ്കിൽ കുറഞ്ഞത് 5 പേര് ഇതിൻ്റെ പുറകിൽ ടെക്നിക്കൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ സഹോദരന്മാരായ പാസ്റ്റർമാർ ഇതേ തുടർന്ന് വീണ്ടും വീണ്ടും എല്ലാ മണിക്കൂറിലും നിങ്ങളോട് സംസാരിക്കും. എന്താ അതിൻ്റെ മെസ്സേജ് എന്നറിയാമോ? അതിൻ്റെ ആശയം, ഞങ്ങൾ കണ്ടു, നിങ്ങൾ കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നോക്കൂ ഫിലിപ്പോസിന്റെ വാക്ക്. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. മോശയുടെ കാലം മുതൽ മശിഹ പ്രതീക്ഷയുണ്ട്. മശിഹ പ്രതീക്ഷ എന്താലേ? ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആളുകൾ കാത്തിരുന്ന ആളാണ് യേശുക്രിസ്തു എന്ന് ഫിലിപ്പോസ് തിരിച്ചറിഞ്ഞപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റുമോ? അത് പറയാതിരിക്കാൻ പറ്റുമോ? അവൻ നഥനയേലിനെ കാണാൻ തന്നെ പോയെന്ന് എൻ്റെ വിശ്വാസം. കാരണം നഥനയേൽ ഒരു ഭക്തനാണ്, അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്. അവനെ പോയി കണ്ടു കാണും. കണ്ടിട്ട് പറയുകയാണ്, കണ്ടു. എൻ്റെ ചിന്ത പറയട്ടെ, അല്ല, അങ്ങനെ പല ഭക്തന്മാരും എഴുതിയിട്ടുണ്ട്. നഥനയേൽ യേശുവിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. മശിഹ വരാറായോ, വന്നോ എന്ന് തപ്പുന്നവനാണ്. നോക്കൂ, നഥനയേൽ അവനോട്, നസ്രത്തിൽ നിന്ന് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. മശിഹ വരികയാണെങ്കിൽ നസ്രത്തിൽ നിന്നല്ല, ഇച്ചിരി നല്ല സ്ഥലത്തു നിന്ന് വരും. അങ്ങനെ ചിന്തിക്കുന്നതിനകത്തൊരു തെറ്റില്ല, അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നതിനകത്തൊരു തെറ്റില്ല. ന്യൂയോർക്കിൽ നിന്നോ ഡാളസിൽ നിന്നോ സ്വിറ്റ്സർലൻഡിൽ നിന്നോ ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു രസമുണ്ട്. ഫിലിപ്പോസ് അവനോട് തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടിരിക്കരുത്, എൻ്റെ കൂടെ വാ, ഞാൻ കാണിക്കാം. അങ്ങനെ
ഫിലിപ്പോസ് കണ്ടു. ഫിലിപ്പോസ് മറ്റൊരാളെ കാണിച്ചു. ഇന്നത്തെ കൊച്ചു ദൂതിതാണ്, കണ്ടവൻ കാണിക്കുന്നവനാകട്ടെ. ഇന്നിപ്പോൾ ഇത് പറയുമ്പോൾ 5000 പേര് ഇത് കണ്ടുവന്നിരിക്കട്ടെ. ഈ 5000 പേര് ഓരോരുത്തരോടും വചനപ്രഭാതം കാണണം, പവർ വിഷൻ കാണണം, അതിരാവിലെ തിരുസന്നിധി കാണണം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം 10,000 പേര് ഇത് കാണും. യൂട്യൂബിൽ നിന്ന് ഇതെടുത്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരാൾ 5 പേർക്ക്, ഒറ്റ ക്ലിക്ക് മതി, 5 പേർക്ക് കിട്ടും. അപ്പോഴേക്കും ഇതിൻ്റെ വർധനവ് എത്രയാണെന്നറിയാവോ? ലക്ഷങ്ങളാകും. മെസ്സേജ് ഇതാണ്, കണ്ടവൻ കാണിക്കുന്നവൻ ആകട്ടെ.